നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളെല്ലാം കണ്ടു. ഇത് ഞങ്ങൾക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല മാം. ഇതൊക്കെ ഏത് ഹോസ്റ്റലിൽ നടക്കുന്ന കാര്യമോ മാം? ഞങ്ങൾ മുൻപ് താമസിച്ചിരുന്നിടത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മാം, പെൺകുട്ടികളായി ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി വേണം. മാം ഇങ്ങനെ ചെയ്യുമ്പോ ഞങ്ങളുടെ പ്രൈവസിയാ ലോസ് ആവുന്നത്. നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇനി ഞാൻ പറയുന്നത് കേക്ക്. നിങ്ങൾ റൂം ലോക്ക് ചെയ്തിട്ടാണോ പുറത്തു പോയത്? ഓർത്തു നോക്ക്. നിങ്ങൾ റൂം ലോക്ക് ചെയ്യാതെയാണ് പോയത്. ഈ മുറിയിൽ ആരോ കേറിയെന്ന് മന്ദാകിനി പറഞ്ഞു. അപ്പോ അതാരാണെന്ന് അന്വേഷിക്കാനുള്ള ചുമതല എനിക്കില്ലേ? ഞങ്ങളുടെ റൂമിൽ ആര് കയറാനാ? ഞങ്ങള് റൂം ലോക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടാവാം എന്ന് കരുതി ഞങ്ങളില്ലാത്ത സമയത്ത് മാം ഞങ്ങളുടെ റൂമിൽ കയറുന്നത് മര്യാദയാണോ? എന്നിട്ട് ആരെങ്കിലും കയറിയതായിട്ട് മാം കണ്ടെത്തിയോ? ആരും കേറിയതായി കണ്ടില്ല. ഞങ്ങളുടെ സാധനങ്ങൾ വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് തീരുമാനിച്ച പോരെ ആരും കയറിയിട്ടില്ലെന്ന്. ഞാൻ കണ്ടതാണല്ലോ മാം. എന്നെ കണ്ടപ്പോ അകത്തുനിന്ന് ആരോ പെട്ടെന്ന് വാതിലടച്ചു. അകത്തുനിന്ന് ശബ്ദവും കേട്ടു. മന്ദാകിനി, ഈ കുട്ടികൾക്ക് ഇവിടെ താമസിക്കാനുള്ളതാ. വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറയരുത്. മന്ദാകിനി പോ. ഞാൻ പോയേക്കാം. ഇനി റൂം ലോക്ക് ചെയ്യാതെ നിങ്ങൾ പുറത്തു പോവരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ഞാനോ മാനേജ്മെന്റോ ഉത്തരവാദിയായിരിക്കില്ല. വാംബ്ലി, നീ എന്താ ഇടയ്ക്ക് റൂം ലോക്ക് ചെയ്യാൻ മറക്കുന്നേ? ഞാൻ ലോക്ക് ചെയ്തതാണല്ലോ. പിന്നെ എങ്ങനെ മാം അകത്ത് കയറി വന്നു? ആരെങ്കിലും കള്ളത്താക്കോലിട്ട് തുറന്നകത്ത് കയറിയതാണോ? എനിക്കൊരു സംശയം. തുടങ്ങിയുള്ള സംശയം. ഇനി എന്താ നിന്റെ സംശയം? പറ. മന്ദാകിനി ചേട്ടത്തി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അകത്ത് നിന്ന് ആരോ ഡോർ അടിച്ചു. എന്തോ ശബ്ദം കേട്ടു. അതിന്റെ പിന്നിൽ എന്തോ ഉണ്ടല്ലോ. നീ എന്താടി പറഞ്ഞു വരുന്നേ? ആരോ ഇതിനകത്ത് നുഴഞ്ഞു കേറി. എങ്കിലത് അലീനയുടെ പണിയാ. അതെ, ഈ റൂമിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് വരുത്തി നമ്മളെ ഇറക്കാൻ വേണ്ടി അവളല്ലേ ശ്രമിച്ചോണ്ടിരിക്കുന്നത്? യെസ്, മന്ദാകിനി ചേട്ടത്തി വന്ന സമയത്ത് അവരെ ബോധ്യപ്പെടുത്താൻ അലീന ഇതിന്റെ അകത്ത് കേറിയിട്ടുണ്ട്. ഇവിടെ ഗോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാൻ. അങ്ങോട്ട് ചെന്ന് പൊട്ടിച്ചാലോ? വേണ്ട വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. അലീനയാണ് ഇവിടെ കേറിയതെന്ന് നമ്മുടെ കയ്യിൽ തെളിവൊന്നും ഇല്ലല്ലോ. സംശയം മാത്രമല്ലേ ഉള്ളൂ. സംശയത്തിന്റെ പേരിൽ നമുക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കേസ് അങ്ങ് വിട്ടേക്ക്. ഇല്ലല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? വല്ല കാറ്റത്തും വാതിലടഞ്ഞതായിരിക്കും. ഈ കാറ്റിന്റെ പേര് അലീന എന്നാണോ? ആളെ പിടിപ്പിക്കുന്ന ഒരു കാറ്റ്. നിരാശയായിപ്പോയി. വാ എടി, നീ എന്തോ അവിടെ നോക്കി നിൽക്കുന്നേ? ഒന്നുമില്ല. എന്താ വാ.
DGP ആണല്ലോ. സർ, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വധശ്രമ കേസ് എന്തായി? ആ മിനിസ്റ്റർ മകന്റെ അത് ഐ വോണ്ട് ടു ഹിയർ ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. സർ, നമ്മുടെ നെറ്റ്വർക്ക് എല്ലായിടത്തും ആക്റ്റീവാണ്. ഏത് സമയത്തും പ്രതി നമ്മുടെ വലയിലാവും. സ്റ്റോപ്പ് ഇറ്റ്. സർ, ഞാൻ തന്നോട് ചോദിക്കുമ്പോഴൊക്കെ ഇത് തന്നെയാണല്ലോ താൻ പറയുന്നത്.